നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം. നിങ്ങളുടെ കഴിഞ്ഞ എപ്പിസോഡിനൊക്കെ ഉഗ്രൻ അഭിപ്രായമാണ്. ഒരുപാട് പേര് നിങ്ങൾ ആരാണ്, എവിടെയായിരുന്നു ഇത്രയും കാലം എന്നൊക്കെ ചോദിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇന്ന് കുറെ പുതിയ ഇനങ്ങൾ വന്നിട്ടുണ്ടോ? ചാക്കോ ചേട്ടൻ ഈ എപ്പിസോഡ് പുതിയ ഇനങ്ങൾ എന്നെയാണ് കാണിച്ചത്. അല്ല പുള്ളിക്കൊക്കെ വേണ്ടി പുതിയ ഇനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോന്നാ വിചാരിച്ചത്. കുറെ പുതിയ ഇനങ്ങൾ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ പുതിയ ഇനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ നമ്മൾ കൃഷ്ണകുമാറിന്റെ പെർഫോമൻസിലേക്ക് കടക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ അവിടെ ഒരു ചേട്ടനുണ്ട്. പുള്ളിക്കാരൻ ഈ കോൺക്രീറ്റ് പണിക്ക് കൊണ്ട് 10 വർഷമായിട്ട് പുള്ളി ഈ പണിയില്ല. പക്ഷെ പുള്ളിക്ക് സ്വന്തമായിട്ടൊരു വീട് പണിയാനെന്നുള്ള ധൈര്യമില്ല. അതായത് ചുമര് വയ്ക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട്. അപ്പോൾ ആദ്യമായിട്ട് പുള്ളിക്കാരനൊരു വർക്ക് കിട്ടിയതാണ് ഒരു മോട്ടോർ ഷെഡ് കിട്ടാൻ. നമ്മൾ കണ്ടില്ലേ പഴയ കാലത്തൊരു മോട്ടോർ ഷെഡ്, മോട്ടോർ പോരാന്നൊക്കെ പറയും. ഈ വർക്കാണ് കിട്ടിയത്. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഹാപ്പി ആയി, ഒരു വർക്ക് കിട്ടിയതല്ലേ എന്നുള്ളതിൽ. അതിനാകുമ്പോൾ ഇതിൻ്റെ ഉടമസ്ഥണ്ട് വർഗീസ് ചേട്ടൻ പുള്ളീനെ വർക്ക് ഏൽപ്പിച്ചു. കാലത്ത് ചായ ഒക്കെ ഏർപ്പാടാക്കി, സിമെൻറ്റും മറ്റുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി. അപ്പോൾ സിമ്പിളാണ് പണിയാൻ. 4 വശത്ത് പണിയാൻ വേണ്ട ഒരു ഡോറ് വയ്ക്കുക, അത്രയേ ഉള്ളൂ. മേൽക്കൊരു ഷീറ്റ് എങ്ങാനും ഇടാം. ഒരു 4-4:30 ആകുമ്പോഴേക്കും പണി കഴിയും. കട്ടയും സിമെൻറ്റൊക്കെ ഏൽപ്പിച്ച് ഒരു 3:30-4 മണിയാകുമ്പോൾ വന്നു. ചുറ്റും നോക്കി ഫുൾ പണി കഴിഞ്ഞ് കിടക്കണം. അപ്പോൾ പുള്ളി ഇതെല്ലാം കട്ട വെച്ച് ഫുൾ സെറ്റ് ചെയ്തു. അതിനുള്ളിൽ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അകത്തേക്ക് പോകുക, അതായത് ഡോറ് വയ്ക്കാൻ പുള്ളി മറന്നുപോയി. പുള്ളി അങ്ങനെ ചുറ്റും കഴിഞ്ഞു. അങ്ങനെ പുള്ളീനെ വിളിച്ച് ചോദിക്കുകയാണ്, അതെ നീ എവിടെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ കിടക്ക വെച്ചപ്പോൾ ആളകത്തെന്ന് പറയാം. ആ വർഗീസ് ചേട്ടൻ വന്നാ, ഞാൻ എങ്ങനെ പുറത്തേക്ക് കിടക്കാന്ന് വെച്ചിട്ട് ആലോചിക്കുകയാണെങ്കിൽ കുറേ നേരമായിരുന്നു. ഈ ചാക്കോ ചേട്ടൻ്റെ പഴയ അനിയത്തിപ്രാവിലൊക്കെ ആ സ്പ്ലെൻഡർ ഇറങ്ങിയൊരു കാലഘട്ടം ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് എല്ലാ കോളേജ് പിള്ളേരെല്ലാം ഈ സ്പ്ലെൻഡറിലാണ് ഇഷ്ടം, ഇങ്ങനെ പറന്ന് അടിച്ചു പൊളിച്ചൊക്കെ പോകാനായിട്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഹെൽമെറ്റ് ചെക്കിംഗ് ഒന്നും അല്ല പ്രധാനം, ലൈസൻസാണ്. എന്തെങ്കിലും പോലീസ് കൈ കാണിച്ചാൽ ഇത് മാത്രമേ വയ്ക്കൂ, ലൈസൻസും പിന്നെ ഇൻഷുറൻസും. അങ്ങനെ ഈ ബൈക്കിൽ ഇവൻ കോളേജിലേക്ക് പോയോണ്ടിരിക്കുമ്പോൾ പോലീസ് കൈ കാണിച്ചു, ലൈസൻസ് എവിടാ? അപ്പോൾ പുള്ളി ലൈസൻസ് എന്നൊക്കെ പറഞ്ഞ് തപ്പി. സാറേ എടുത്തിട്ടില്ലായിരുന്നു. എന്നാൽ പോയി വീട്ടിൽ പോയി എടുത്തിട്ട് പോയി. അല്ല ഞാൻ ഇതേവരെ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ പുള്ളി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഒരു കാര്യം ചെയ്തു, ഇവൻ കോളേജിലേക്ക് പോവുകയാണ്. അപ്പോൾ അർജൻറ്റ് സാറേ എന്തെങ്കിലും ഒന്ന് ശരിയാക്കണം. അപ്പോൾ പോലീസ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, SI കണ്ട ഒരു 200 രൂപ തന്നേക്കെന്ന് പറഞ്ഞു. പുള്ളി 200 രൂപ കൊടുത്തു. എന്നാൽ വിട്ടോ പറഞ്ഞു. അപ്പോൾ ഇവനൊരു സംശയം, ഇനി ഇത് പോണ വഴിക്ക് അറിയാമല്ലോ, അപ്പോൾ അങ്കമാലിയിൽ നിന്ന് വരികയാണെങ്കിൽ ആലുവ ചിലപ്പോൾ ചെക്കിംഗ് ഉണ്ടാവും, പാലാരിവട്ടം ഉണ്ടാവും, അങ്ങനെ മഹാരാജാസ് എത്തണ വരെ പല സ്ഥലത്ത് ചെക്കിംഗ് ഉണ്ട്. അല്ല സാറേ ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് വേറെ പോലീസുകാർ വല്ലതും ചോദിച്ചാൽ എന്താ പറയുക? എടാ അതിനൊക്കെ ഞങ്ങളുടെ പോലീസുകാരുടെ ഇടയിൽ ഒരു കോഡുണ്ട്. അതെ എന്താണ്? നീ ഇനി ഏതെങ്കിലും പോലീസ് അടുത്ത ജംഗ്ഷനിൽ കൈ കാണിച്ചാൽ കിളി എന്ന് പറഞ്ഞാൽ മതി. അതെയോ? അപ്പോൾ നല്ലൊരു സംശയമായിട്ട് പുള്ളി ബൈക്ക് ഓടിച്ച് അങ്ങനെ പോകുമ്പോൾ ആലുവ എത്തിയപ്പോൾ പോലീസ് നിർത്ത് പറഞ്ഞ പുള്ളി പേടിച്ചിട്ടൊക്കെ ഒരു ഊഹം വെച്ചിട്ട് സാറേ കിളി, കിളിയാണല്ലോ, വിട്ടോ. അങ്ങനെ പോയി. അത് കഴിഞ്ഞ് അടുത്ത കളമശ്ശേരി കഴിഞ്ഞു. അപ്പോൾ അവിടെയും പോലീസ് കഴിഞ്ഞാൽ പുള്ളി കിളി എന്ന് പറഞ്ഞു. കിളിയാണോ വിട്ടോ. അങ്ങനെ എല്ലാ ജംഗ്ഷനും കിളി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സുഖമായിട്ട് പോയി. പുള്ളി കോളേജിലെത്തി എല്ലാവരോടും പറഞ്ഞു, എടാ എനിക്കിനി ലൈസൻസും ഹെൽമെറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, പോലീസുകാരുടെ കോഡൊക്കെ ഞാൻ പഠിച്ചു, പോലീസ് കൈ കാണിച്ച് എന്താ പറയണത് എനിക്കറിയപ്പോൾ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വേറെ കൂട്ടുകാരെയും വെച്ച് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആദ്യം കൈ കാണിച്ച പോലീസുകാരനെ കൈ കാണിച്ചു. നിർത്ത് പറഞ്ഞ പുള്ളി സാറേ കിളി എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പുള്ളി ചേർത്ത് വന്നിട്ട് ഇന്ന് കാക്കാന്ന് കോഡ് മാറിയെന്ന്. ഒരു വീട്ടിൽ പൂച്ച ഒരാൾക്ക് ഇഷ്ടമാണ്, അതായത് നമ്മുടെ ഭർത്താവിന് ഇഷ്ടമാണ്, ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ പക്ഷേ ഈ പൂച്ചയെ കൊണ്ട് ഭയങ്കര ശല്യമായി. ഇപ്പോൾ ഭാര്യ പറഞ്ഞത് ഒന്നെങ്കിൽ പൂച്ച അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ മതി എന്നൊക്കെ പറഞ്ഞ് അവസാനം പുള്ളി സായിക്കായിട്ട് പൂച്ചേനെ വണ്ടിയിൽ ഒരു ഹോണ്ട ആക്റ്റീവ് ഉണ്ട്, അതിലെടുത്ത് ഒരു സ്ട്രീറ്റിലാണ് താമസിക്കണേ. അപ്പോൾ അവിടുന്ന് ഒരു 2-3 വളവ് കഴിഞ്ഞ് പുള്ളി പൂച്ചേനെ കൊണ്ടാക്കി. പുള്ളി അവിടുന്ന് തിരിച്ചു വരുമ്പോൾ പൂച്ച മതിലൊക്കെ ചാടി നേരെ വീട്ടിലെത്തിയിരിക്കണം. അങ്ങനെ പുള്ളിക്കാരൻ വീട്ടിലെത്തിയപ്പോഴും പൂച്ച അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് പെട്ടല്ലോ കണ്ട് പിന്നെയും പുള്ളി വണ്ടിയുമേ കയറ്റി കുറച്ചും കൂടെ ദൂരമൊക്കെ കൊണ്ടുപോയി വിട്ടു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ വീണ്ടും പൂച്ച അവിടെ ഇരിക്കണം. പുള്ളി വിട്ടു. പുള്ളി എന്തായെന്ന് വെച്ചാൽ വീടിൻ്റെ അവിടുന്ന് പൂച്ചേനെ ആകെ കൺഫ്യൂഷനാക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ നഗർ കഴിഞ്ഞു, B നഗർ 2 നഗറൊക്കെ കഴിഞ്ഞു, അങ്ങനെ പോയി അവസാനം റോഡ് ഉണ്ടായിട്ട് പാടത്തിൻ്റെ അവിടെ എത്തി പൂച്ചേനെ വിട്ടു. പുള്ളി ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഒരു സിഗരറ്റൊക്കെ വലിച്ച് വീട്ടിലേക്ക് വിളിച്ചു. പൂച്ച അവിടെ വന്നുകൊണ്ട് ചോദിച്ചു ഭാര്യയോട്, എത്തിയിട്ട് പറഞ്ഞു, ഫോണൊന്ന് കൊടുത്ത് എനിക്ക് വീട്ടിലേക്കുള്ള വഴി അറിയില്ല എന്ന്. എൻ്റെ വൈഫ് പ്രിയ, പുള്ളിക്കാരി ചെറുപ്പത്തിൽ കുറേ നാൾ അബുദാബിയിലായിരുന്നു. അപ്പോൾ മലയാളം അങ്ങനെ വലിയ പിടുത്തമൊന്നുമില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വന്നപ്പോഴും മലയാളം ഇച്ചിരി തെറ്റിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ പഠിപ്പിക്കും, തിരുത്തും, അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പഠിപ്പിച്ച് ഈ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത്. അപ്പം കറക്റ്റായിട്ട് പറയണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പിന്നെ ലെഫ്റ്റ് റൈറ്റ് ഇടത് വലുത് അതൊക്കെയാണ് കറക്റ്റ് ചെയ്യണം ഒക്കെ പറയണം എന്നൊക്കെ പറഞ്ഞു. ശരി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ ചോദിച്ചു,
പെട്ടെന്ന് പറ ഈസ്റ്റ് വെസ്റ്റ് ഒക്കെ എങ്ങനെയാണെന്ന് പറ. മലയാളത്തിൽ പറയാൻ പറഞ്ഞു. അപ്പം കിഴക്ക് പറഞ്ഞു ഓക്കെ. പടിഞ്ഞാറ് പറഞ്ഞു ഓക്കെ. ഈ തെക്ക് വടക്ക് പുള്ളിക്കാരിക്ക് സെറ്റാകുന്നില്ല. അടുത്തത് കിഴക്ക് പടിഞ്ഞാറ്. അടുത്തത് ഇടത് വലത് എന്ന്. എന്താ പറയുക, യാത്രയുടെ കാര്യം ഇപ്പോൾ ട്രെയിൻ യാത്രയൊക്കെ പറഞ്ഞ പോലെ ഒരു പുള്ളിക്കാരൻ പെട്ടെന്ന് ഈ ട്രെയിനിൽ ചാടി കയറുന്ന വഴിക്ക് വീണിട്ട് പുള്ളിയുടെ ഈ എല്ലിന് ഇവിടെ എന്തോ പ്രശ്നമായപ്പോൾ ഡോക്ടറെ കാണിച്ച് ഉടനെ അപ്പം തന്നെ ആശുപത്രി കൊണ്ടുപോയി. അപ്പോൾ MRI സ്കാനൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. 6500 രൂപ MRI സ്കാന്. എന്നിട്ട് പുള്ളി അതിൻ്റെ റിസൾട്ടിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. എന്താ ഇവൻ 6000 രൂപ കൊടുത്തല്ലേ. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളിയുടെ മുഖമൊക്കെ ആകെ ഡള്ളായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചെറിയൊരു കുഴപ്പമുണ്ട്, ഈ ഇവിടെ ഒരു ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട് ഈ സൈഡിലായിട്ട്. അപ്പോൾ രോഗി ആയിട്ടുള്ള ആൾ പറയും ഈ 6500 രൂപ മുടക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമായി പോയേനെ ഇത്. കാരണം പുള്ളിയെ സംബന്ധിച്ച് ഇത്രയും കാശ് കൊടുത്ത് എടുത്തല്ലേ, എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. ഓക്കെ, താങ്ക് യു. ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. കൃഷ്ണകുമാർ നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. അല്ലേ രമേശ് ചേട്ടാ? ചാക്കോച്ചൻ ഗംഭീരമായിരുന്നു. ഞാനെന്നും കാണുന്നതാണല്ലോ. ചാക്കോച്ചൻ പറയട്ടെ. അല്ല, ഞാൻ ശരിക്കും പിഷാരടിയുടേതല്ലാത്ത ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. പിന്നെ വളരെ ക്ലീനാണ് പുള്ളിയുടെ, നിങ്ങളുടെ ഹ്യൂമറും കാര്യങ്ങളൊക്കെ വളരെ ക്ലീനാണ്. നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞും ഉള്ള ഒരു 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 സ്മൂത്ത്നെസ്സും ഒരു കാഷ്വൽനെസ്സും അതിനുണ്ടായിരുന്നു. നന്നായിട്ട് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻ്റേതല്ലാത്ത ഒരാളുടെ കാണുക എന്ന് പറഞ്ഞിരുന്നല്ലോ. എനിത്തോട് ഞാനിതെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം. വളരാൻ അനുവദിക്കരുത് എന്നുള്ളതേ സൂക്ഷിക്കണം കേട്ടോ. എല്ലാവരും എപ്പോഴും മനസ്സിലുണ്ടാവണം. എന്നെ കഞ്ഞീര് മണ്ണ് വാരി ഇടരുത്. നമ്മുടെ സ്റ്റാൻഡപ്പ് കോമഡി ഈ പ്രോഗ്രാം തുടങ്ങിയ പിന്നെ സത്യത്തിൽ ഇങ്ങനത്തെ തമാശകളെല്ലാം ഇപ്പോൾ ഇവിടെ വരുന്നവരും നമുക്കെല്ലാം കിട്ടുന്നത് കുറേ കൂട്ടുകാരന്മാരുമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നാണ്. അപ്പോൾ സത്യത്തിൽ ആ ബന്ധം വീണ്ടും പുതുക്കാനായിട്ടുള്ള ഒരു വലിയൊരു അവസരം ഉണ്ടായി. കാരണം പഴയ തമാശയൊക്കെ പറയുന്നവരൊക്കെ വിളിക്കുകയും സംസാരിക്കാനുള്ള അത്രയും വലിയൊരു അവസരം അങ്ങനെയും കൂടെ ഈ നമ്മുടെ ഫണ്ട്സ് അപ്പോൺ എ ടൈം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതെ, ഈ ഇപ്പം നമ്മുടെ സൗഹൃദങ്ങൾ അങ്ങനെ കാണലെല്ലാം വാട്സപ്പ് ഗ്രൂപ്പുകളിലായല്ലോ. അപ്പോൾ വാട്സപ്പ് എന്ന് പറയുന്ന സാധനം ആദ്യം വന്നു. വാട്സപ്പ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് വന്നത്. അപ്പോൾ ധർമ്മജനെയും ഈ എന്നെയും വേറെ ഈ ഹരീനെ 1-2-3 പേരെയൊക്കെ കൂടെ ആരോ പിടിച്ചൊരു ഗ്രൂപ്പിൽ ചേർത്തു. ഞങ്ങൾക്ക് അതിനകത്ത് മെസ്സേജ് ഇട്ടു. ഇപ്പോൾ ധർമ്മൻ ഈ വാട്സപ്പൊക്കെ ഇടയ്ക്കൊക്കെ നോക്കുകയൊക്കെ ഉള്ളൂ. ഒരു ദിവസം ഒരു സന്ധ്യയ്ക്ക് 6 മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട്, പിഷാരടി നിന്റെ വാട്സപ്പിന് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചു എന്താ? ഹരി നീയും ഒക്കെ പേഴ്സണലായിട്ട് പറയുന്നത് എനിക്ക് കേൾക്കാമെന്ന്. well done. Okay, thank you Diana and Chakochan and Ramesh.